വചനവയൽ ഒരുക്കുന്ന വേദപാഠവും ചോദ്യോത്തരങ്ങളും എന്ന പംക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. പാഠം 14. സഭ സാർവത്രികമാണ്. ഈശോ പറഞ്ഞു, സ്വർഗരാജ്യം ഒരുവൻ വയലിൽ പാകിയ കടുകുമണിക്ക് സദൃശ്യം. അത് എല്ലാ വിത്തിനെയുംകാൾ ചെറുതാണ്. എന്നാൽ വളർന്നു കഴിയുമ്പോൾ അത് മറ്റ് ചെടികളെക്കാൾ വലുതായി ആകാശപ്പറവകൾ വന്ന് അതിൻ്റെ ശിഖരങ്ങളിൽ ചേക്കേറുവാൻ തക്കവിധം മരമായി തീരുന്നു. സഭയെക്കുറിച്ചും ഈ ഉപമ അർത്ഥപൂർണമാണ്. എല്ലായിടത്തും സന്നിഹിതയായിരിക്കുന്ന സഭ. പന്തക്കുസ്തായിൽ സഭ രൂപപ്പെട്ടപ്പോൾ സ്ലീഹന്മാരുടെ പ്രസംഗം ശ്രവിച്ചവരിൽ പാർത്തിയാക്കാർ, മേദിയാക്കാർ തുടങ്ങി വിവിധ ദേശക്കാരും ഭാഷക്കാരും ഉണ്ടായിരുന്നു. അതിനാൽ സഭ തുടക്കം മുതൽ തന്നെ കാതോലികമാണെന്ന് പറയാം. സഭയുടെ സാർവത്രികതയുടെ അടിസ്ഥാനം ലോകത്തിൽ എല്ലായിടത്തും സന്നിഹിതയായിക്കൊണ്ട് അവൾ എല്ലാവർക്കും രക്ഷയുടെ മാർഗമായി തീരുന്നു എന്നതിലാണ്. സഭയുടെ സാർവത്രികതയെ പ്രകടമാക്കുവാൻ ആദിമകാലം മുതൽ ഉപയോഗിച്ചിരുന്ന പദം കാതോലികം അഥവാ സാർവത്രികം എന്നതാണ്. കത്തോലിക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് കാത്തലിക് എന്ന ഇംഗ്ലീഷ് പദം രൂപം പ്രാപിച്ചത്. ഇതിൻ്റെ അർത്ഥം സാകല്യം, സമഗ്രത എന്നൊക്കെയാണ്. എല്ലാറ്റിനെയും ആശ്ലേഷിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് സഭയെക്കുറിച്ച് ഈ വിശേഷണം ഉപയോഗിക്കുന്നത്. എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന സഭ. ജനതകളുടെ പിതാവായി അബ്രാഹത്തെ ദൈവം വിളിച്ചത് മനുഷ്യവർഗത്തെ മുഴുവൻ മുൻപിൽ കണ്ടുകൊണ്ടാണ്. അബ്രാഹത്തിൻ്റെ വിളിയിലൂടെ ദൈവം ഇസ്രായേൽ ജനതയെ രൂപീകരിച്ചു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെയും രൂപീകരണത്തിൻ്റെയും ലക്ഷ്യം മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ രക്ഷയായിരുന്നു. സർവ്വജനപദങ്ങൾക്കും വേണ്ടിയുള്ള സത്വാർത്തയായും ലോകം മുഴുവൻ്റെയും രക്ഷകനായിട്ടുമാണ് ഈശോ പിറന്നത്. ഈശോയുടെ ജീവിതത്തിൽ അവിടുന്ന് പറഞ്ഞതും പ്രവർത്തിച്ചതുമെല്ലാം സർവ്വജനപദങ്ങൾക്കും വേണ്ടിയുള്ള രക്ഷയുടെ സന്ദേശമാണ്. ലോകമെങ്ങും പോയി സകല ജനതകളോടും സുവിശേഷം പ്രഘോഷിക്കാനാണ് ഈശോ ശിഷ്യന്മാരെ നിയോഗിച്ചത്. അവർ വഴി ദൈവരാജ്യത്തിൻ്റെ ദൃശ്യ അടയാളമായ സഭ സ്ഥാപിക്കപ്പെടുകയും അതിൻ്റെ സാർവത്രിക വ്യക്തമാക്കപ്പെടുകയും ചെയ്തു. എല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളുന്ന സഭ. ലോകത്തെ മുഴുവൻ രക്ഷയിലേക്ക് ആനയിക്കുവാൻ നിയുക്തയാണ് സഭ. ജാതി, മത, വർഗ, വർണ്ണഭേദം കൂടാതെ എല്ലാവരിലേക്കും കടന്നു ചെല്ലുവാനും എല്ലാവരെയും രക്ഷയിലേക്ക് ആനയിക്കുവാനും എല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളുവാനും വിശുദ്ധീകരിക്കുവാനും അവൾ കടപ്പെട്ടിരിക്കുന്നു. അത്ഭുതകരമായ മീൻപിടുത്തത്തിൽ 153 വലിയ മത്സ്യങ്ങൾ വലയിൽ കുടുങ്ങുകയും വല കീറിപ്പോകാതിരിക്കുകയും ചെയ്തത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സഭയുടെ സാർവത്രിക സ്വഭാവത്തെ വ്യക്തമാക്കുന്നു. എല്ലാ മനുഷ്യരും സത്യമറിയണമെന്നും രക്ഷ പ്രാപിക്കണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനാൽ സർവ്വ മനുഷ്യരെയും ഉൾക്കൊള്ളുന്നു എന്നതാണ് സഭയുടെ സാർവത്രികതയുടെ അർത്ഥം. സഭയുടെ സാർവത്രിക സ്വഭാവത്തെക്കുറിച്ച് വിശുദ്ധ ജോൺ ഡമഷീൻ പറയുന്നു, സഭ സാർവത്രികമാണ് കാരണം ആചാരങ്ങളിലും രീതികളിലും അനേകം വൈവിധ്യങ്ങളുള്ളവരും പല ഭാഷകൾ ഉപയോഗിക്കുന്നവരുമായ അനേകം ജനസമൂഹങ്ങളെ അവൾ ഏകമായ രക്ഷയുടെ വിശ്വാസത്തിലേക്കും ദൈവത്തെക്കുറിച്ചുള്ള അറിവിലേക്കും ഒരുമിച്ച് കൂട്ടി ഒന്നാക്കി തീർക്കുന്നു. ആചാരങ്ങളിലെ വൈവിധ്യം വിശ്വാസത്തിലെ യോജിപ്പ് ഉറപ്പിക്കുന്നുവെന്നാണ് വിശുദ്ധ ഇരണേവോസ് പഠിപ്പിക്കുന്നത്. മിശിഹായുടെ സഭയുടെ സൗന്ദര്യത്തിൻ്റെ ഒരു കാരണം ആചാരങ്ങളിലെ വൈവിധ്യമാണെന്ന് വിശുദ്ധ അഗസ്തീനോസും പ്രഖ്യാപിക്കുന്നു. വ്യത്യസ്ത പാരമ്പര്യങ്ങളും സാർവത്രികതയും. ജോൺ പോൾ രണ്ടാമൻ പാപ്പ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: സഭയിൽ പൗരസ്ത്യ പാരമ്പര്യവുമുണ്ട്, ലത്തീൻ പാരമ്പര്യവുമുണ്ട്. സഭയുടെ കാതോലികത്വത്തിൻ്റെ പൂർണ്ണമായ പ്രകാശനം ഒരു പാരമ്പര്യത്തിൽ കൂടി മാത്രമല്ല, പൗരസ്ത്യ സഭകളുടെയും പാശ്ചാത്യ സഭകളുടെയും ജീവിതത്തിൽ സംരക്ഷിക്കപ്പെടുകയും വളരുകയും ചെയ്യുന്ന സാർവത്രിക സഭയുടെ ദൈവനിവേശിതവും അവിഭാജ്യവുമായ പൈതൃകം എല്ലാവരും പൂർണ്ണമായി രുചിച്ചറിയുവാൻ ഇടയാകണം. സഭയുടെ കാതോലികത പ്രകടമാകുന്നത് പൗരസ്ത്യവും പാശ്ചാത്യവുമായ പാരമ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ജീവിതത്തിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ്. സാർവത്രിക സൂനകദോസുകൾ. സഭയുടെ ഐക്യവും സാർവത്രികതയും പ്രകടമാകുന്ന സർവപ്രധാനമായ വേദികളാണ്
സാർവത്രിക സൂനഹദോസുകൾ. 21 സാർവത്രിക സൂനഹദോസുകളാണ് സഭയിൽ നടന്നിട്ടുള്ളത്. ഇവയ്ക്കെല്ലാം മുന്നോടിയായി ശ്ലീഹന്മാരുടെ കാലത്ത് തന്നെ ഒരു സൂനഹദോസ് നടന്നു. ജെറുസലേമിൽ വെച്ച് നടന്ന ആ സൂനഹദോസിൻ്റെ മുഖ്യ വിഷയം വിജാതിയർ ക്രിസ്ത്യാനികളാകുവാൻ പരിച്ഛേദനം സ്വീകരിക്കണമോ വേണ്ടയോ എന്നതായിരുന്നു. പരിച്ഛേദനം ആവശ്യമില്ല എന്ന് അപ്പസ്തോല പ്രമുഖരായ വിശുദ്ധ പത്രോസിലൂടെയും തീഷ്ണമതിയായ വിശുദ്ധ പൗലോസിലൂടെയും ദൈവം വെളിപ്പെടുത്തി. ഇപ്രകാരം സഭയുടെ വിശ്വാസ രഹസ്യങ്ങളെ വിശ്വാസികൾക്ക് ശരിയായ രീതിയിൽ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതിനും സഭാ നവീകരണം സാധിക്കുന്നതിനും അതാത് കാലങ്ങളിൽ സഭയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുമാണ് സാർവത്രിക സൂനഹദോസുകൾ കൂടുന്നത്. സകല ജനപദങ്ങൾക്കും വേണ്ടിയുള്ള രക്ഷയുടെ അടയാളമാണ് സഭ. സഭാമക്കളുടെ ജീവിത സാക്ഷ്യവും സുവിശേഷ പ്രഘോഷണവും വഴി എല്ലാവരും സത്യസഭയിലേക്ക് കടന്നു വരണമെന്നാണ് ദൈവഹിതം. ഉത്തരം കണ്ടെത്താം. ചോദ്യം 1. സഭ കാതോലികമാണ് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നതെന്ത്? സഭയുടെ സാർവത്രികതയുടെ അടിസ്ഥാനം ലോകത്തിൽ എല്ലായിടത്തും സന്നിഹിതയായിക്കൊണ്ട് അവൾ എല്ലാവർക്കും രക്ഷയുടെ മാർഗമായി തീരുന്നു എന്നതിലാണ്. സഭയുടെ സാർവത്രികതയെ പ്രകടമാക്കുവാൻ ആദിമകാലം മുതൽ ഉപയോഗിച്ചിരുന്ന പദം കാതോലികം അഥവാ സാർവത്രികം എന്നാണ്. കത്തോലിക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് കാത്തലിക് എന്ന ഇംഗ്ലീഷ് പദം രൂപം പ്രാപിച്ചത്. ഇതിൻ്റെ അർത്ഥം സാകല്യം, സമഗ്രം എന്നൊക്കെയാണ്. എല്ലാറ്റിനെയും ആശ്ലേഷിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് സഭയെക്കുറിച്ച് ഈ വിശേഷണം ഉപയോഗിക്കുന്നത്. ചോദ്യം 2. സഭ എല്ലാ ജനപദങ്ങളെയും സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളുന്നു. വിശദീകരിക്കുക. ലോകത്തെ മുഴുവൻ രക്ഷയിലേക്ക് ആനയിക്കുവാൻ നിയുക്തയാണ് സഭ. ജാതി, മത, വർഗ, വർണ്ണഭേദം കൂടാതെ എല്ലാവരിലേക്കും കടന്നു ചെല്ലുവാനും എല്ലാവരെയും രക്ഷയിലേക്ക് ആനയിക്കുവാനും എല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളാനും വിശദീകരിക്കുവാനും അവൾ കടപ്പെട്ടിരിക്കുന്നു. എല്ലാ മനുഷ്യരും സത്യമറിയണമെന്നും രക്ഷ പ്രാപിക്കണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനാൽ സർവ്വ മനുഷ്യരെയും ഉൾക്കൊള്ളുന്നു എന്നതാണ് സഭയുടെ സാർവത്രികതയുടെ അർത്ഥം. ചോദ്യം 3. സഭയുടെ സാർവത്രിക സ്വഭാവത്തെക്കുറിച്ച് വിശുദ്ധ ജോൺ ദമശീൻ പഠിപ്പിക്കുന്നതെന്ത്? സഭയുടെ സാർവത്രിക സ്വഭാവത്തെക്കുറിച്ച് വിശുദ്ധ ജോൺ ദമശീൻ പറയുന്നു: സഭ സാർവത്രികമാണ്. കാരണം ആചാരങ്ങളിലും രീതികളിലും അനേകം വൈവിധ്യങ്ങളുള്ളവരും പല ഭാഷകൾ ഉപയോഗിക്കുന്നവരുമായ അനേകം ജനസമൂഹങ്ങളെ അവൾ ഏകമായ രക്ഷയുടെ വിശ്വാസത്തിലേക്കും ദൈവത്തെക്കുറിച്ചുള്ള അറിവിലേക്കും ഒരുമിച്ച് കൂട്ടി ഒന്നാക്കി തീർക്കുന്നു. ചോദ്യം 4. സഭയുടെ കാതോലികത പ്രകടമാകുന്നതെപ്പോൾ? സഭയുടെ കാതോലികത പ്രകടമാകുന്നത് പൗരസ്ത്യവും പാശ്ചാത്യവുമായ പാരമ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ജീവിതത്തിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ്. ചോദ്യം 5. സാർവത്രിക സൂനഹദോസുകളുടെ ഉദ്ദേശം എന്ത്? ഇപ്രകാരം സഭയുടെ വിശ്വാസ രഹസ്യങ്ങളെ വിശ്വാസികൾക്ക് ശരിയായ രീതിയിൽ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതിനും സഭാ നവീകരണം സാധിക്കുന്നതിനും അതാത് കാലങ്ങളിൽ സഭയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുമാണ് സാർവത്രിക സൂനഹദോസുകൾ കൂടുന്നത്.